യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം. യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം പ്രതിപാദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങൾ വരുമ്പോൾ അവർക്ക് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവാണ്, അധികാരത്തിൻ്റെ ആത്മാവാണ്, വിവേചനത്തിൻ്റെ ആത്മാവാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ജയകരമായി ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ഒരാൾക്കും യേശു ക്രിസ്തുവിനെ പോലും കർത്താവെന്ന് പറയാൻ കഴിയുന്നതല്ല. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്കതെല്ലാം വെളിപ്പെടുത്തി തരുന്നത്. നമ്മൾ നിത്യതയിലെത്തണമെങ്കിൽ, പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരത്തുള്ളൂ. അന്ത്യത്തോളം പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാലാണ് നമുക്ക് ജീവകിരീടം ലഭിക്കുന്നത്. ഇവിടെ പറയാണ് ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. ചില ആളുകൾ പറയും, എൻ്റെ കുടുംബജീവിതത്തിൽ അസമാധാനമാണ്, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്, ഞാൻ ദൈവവചനം കേൾക്കുന്നുണ്ട്, സഭയിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസം ജീവിതത്തിൽ വരുമ്പം അത് അസ്വസ്ഥതയിലേക്ക് പോവുകയോ, ദൈവവചനം പറയുന്ന പോലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ കോപം വെച്ചുകൊണ്ടിരിക്കാനോ പാടില്ല. പക്ഷെ നമുക്കത് കഴിയത്തില്ല. നമുക്ക് ബലഹീനതയുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിൽ. നമുക്കതെങ്ങനെ ജയിക്കാൻ പറ്റും? വചനം പറയാണ്, യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും ഇപ്പോഴും ജയമുണ്ട്. അപ്പോൾ ഇതിനൊരു മരുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ഒരു മരുന്നുണ്ട്, വിടുതലുണ്ട്. യേശു ക്രിസ്തുവിൽ ഇതെല്ലാ വിഷയത്തിനുള്ള വിടുതൽ യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. പരിശുദ്ധാത്മാവ്
നമ്മെ സഹായിക്കുകയാണ്. ഒരാത്മാവ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. ഒന്നിൽ പിശാചിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മളൊരു ആത്മീയ ജീവിയാണ്, അതുകൊണ്ടാണ് ഈ നിയന്ത്രണം ആത്മാവാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേൾക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കുന്നു? അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത. ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധ കാലഘട്ടത്തിൽ വിവിധ വ്യക്തികളിലൂടെ എഴുതപ്പെട്ടതാണ് ദൈവവചനം. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, നമ്മൾ എങ്ങനെ നടക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചൊരു വ്യക്തി നടക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുകയാണ്. അപ്പോൾ തന്നെ ദിനംതോറും പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ പറ്റൂ, ഇപ്പോഴും സംസാരിക്കാൻ പറ്റൂ, നമുക്ക് കേൾക്കാൻ പറ്റൂ, ദൈവശബ്ദം കേൾക്കാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഏലി പുരോഹിതൻ്റെ കാലത്ത് ശമൂവേൽ ബാലൻ ദൈവശബ്ദം കേൾക്കുന്നു. എന്നാൽ പുരോഹിതൻ ദൈവശുശ്രൂഷയിൽ ആയിരുന്ന പുരോഹിതൻ അത് കേൾക്കാൻ കഴിയാഞ്ഞപ്പോൾ ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്നതിലൂടെ, നാം ദൈവവചനം അനുസരിക്കുന്നതിലൂടെ ദൈവിക ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവവചനത്തിലൂടെ, വ്യക്തികളിലൂടെ, ദൈവം നേരിട്ട്, ഇതൊക്കെ ദൈവശബ്ദം ഇന്നും കേൾക്കാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കത്തില്ല. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടെങ്കിലേ നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാനൊക്കത്തുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനിയൊരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിലും സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിൽ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. നമ്മുടെ പ്രത്യേകത എന്താ? ജഡത്തെ അനുസരിച്ച് നടക്കത്തില്ല. പിന്നെ എങ്ങനെയാണ്? ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്, ആത്മാവിൻ്റെ ചിന്ത ജീവനാണ്, സമാധാനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം അനുഭവിക്കണമെങ്കിൽ, ജീവൻ പ്രാപിക്കണമെങ്കിൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദിനംതോറും നടന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ക്ഷമിക്കാൻ പറഞ്ഞാൽ ക്ഷമിക്കണം. പരിശുദ്ധാത്മാവ് ചില സാഹചര്യങ്ങൾ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവിടെ മിണ്ടാതെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നേർത്ത ശബ്ദം കേൾക്കാം, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാം, ആത്മാവിനെ അനുസരിച്ച് നടക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ പിന്നെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, പ്രവൃത്തിയല്ല നമ്മളെ നീതീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നാം അനുസരിക്കപ്പെടുക. എങ്ങനെ പറയണം? ദിനംതോറും എഴുന്നേറ്റിട്ട് കർത്താവെ എനിക്കിന്ന് പറ്റത്തില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഹായിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് എങ്ങനെ വഴി നടത്തും? ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ചിലപ്പോൾ നമ്മൾ പറയൂ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല, എല്ലാവർക്കും പറ്റും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റും, എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റും. എല്ലാവർക്കും ആത്മാവിൻ്റെ ബലം പറയുന്നുണ്ട്. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഇവയ്ക്ക് വിധമായ ഒരു ന്യായപ്രമാണം ഇല്ല. പറ്റും. എന്നാൽ ജഡാഭിലാഷമാണെങ്കിലോ ഇതിന് വിരോധമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താ? ദുർനടപ്പ്, അശുദ്ധി, ദുർഗ്രാമം, വിഗ്രഹാരാധന, അഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായ. അതാ മറ്റേ ആത്മാവ്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നടന്നാൽ നാം ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല.
എന്നൊന്ന് പറഞ്ഞു, കർത്താവെ എന്നെ അതിന് സഹായിക്കണേ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടോ? എപ്പോഴും സംസാരിക്കും. ആ ശബ്ദം ഒന്ന് കേൾക്കാൻ, ആത്മാവിനെ അനുസരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ, ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാതെ കർത്താവെ ആത്മാവിൻ്റെ ഫലമുള്ളവരായി സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം അങ്ങനെയുള്ളവരായി ആത്മാവിൻ്റെ ബലമുള്ളവരായി ജീവിപ്പാൻ ആത്മാവിനെ അനുസരിക്കുന്ന മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ അത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരുപകരണം.